ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഹജ്ജ് കർമ്മങ്ങൾ അവസാന ഘട്ടത്തിൽ. തീർത്ഥാടകരിൽ ഭൂരിഭാഗവും കർമ്മങ്ങൾ പൂർത്തിയാക്കി മിനായിൽ നിന്ന് മടങ്ങി. ഹജ്ജ് പദ്ധതി വൻ വിജയമായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജംറകളിൽ നടന്ന കല്ലേറിന് ശേഷം ഭൂരിഭാഗം തീർത്ഥാടകരും കർമ്മങ്ങൾ പൂർത്തിയാക്കി മിനായിൽ നിന്ന് മടങ്ങി. ബാക്കിയുള്ളവർ നാളത്തെ കല്ലേറിന് ശേഷമായിരിക്കും കർമ്മങ്ങൾ അവസാനിപ്പിക്കുക. കർമ്മങ്ങൾ പൂർത്തിയാക്കിയവർക്ക് ഇനി മക്കയിലെ ഹറം പള്ളിയിൽ നിർവഹിക്കുന്ന വിടവാങ്ങൽ തവാഫ് മാത്രമാണ് അവശേഷിക്കുന്ന കർമ്മം. മക്ക നഗരത്തോട് വിട പറയുമ്പോഴാണ് ഇത് നിർവഹിക്കുക. ഇന്നും നാളെയുമായി മക്കയിൽ നിന്ന് മടങ്ങുന്നവർ ഇപ്പോൾ തവാഫ് നിർവഹിക്കുന്ന തിരക്കിലാണ്. മക്കയിലെ ഹറം പള്ളി അതുകൊണ്ട് തന്നെ നിറഞ്ഞു കവിഞ്ഞു. വിദേശ തീർത്ഥാടകരുടെ മടക്കയാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. ആഭ്യന്തര തീർത്ഥാടകർ ഇന്നും നാളെയുമായി മടങ്ങും. ഹജ്ജിനു മുമ്പ് മദീന സന്ദർശിക്കാത്ത തീർത്ഥാടകർ ഇനി മദീനയിലേക്ക് പോകും. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരിൽ ഭൂരിഭാഗവും താമസസ്ഥലമായ മക്കയിലെ അസീസിയയിൽ തിരിച്ചെത്തി. ഈ വർഷം ഹജ്ജ് നിർവഹിച്ചത് 16,73,230 തീർത്ഥാടകരാണ്. ഇതിൽ 15,06,576 വിദേശ തീർത്ഥാടകരും ബാക്കിയുള്ളവർ ആഭ്യന്തര തീർത്ഥാടകരുമാണ്. ഇന്ത്യയിൽ നിന്നും 1,32,000 തീർത്ഥാടകർ ഹജ്ജ് നിർവഹിച്ചു. ഇത്തവണത്തെ ഹജ്ജ് പദ്ധതി വൻ വിജയമായിരുന്നുവെന്ന് മക്ക ഡെപ്യൂട്ടി അമീർ പ്രിൻസ് സൗദി ബിൻ മിഷാൽ അറിയിച്ചു. അടുത്ത ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. മിനായിൽ ആരോഗ്യ സേവനവുമായി ഈ വർഷവും അബീർ ക്ലിനിക്. ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ചികിത്സ തേടി ക്ലിനിക്കിലെത്തുന്നത്. ചികിത്സ പൂർണ്ണമായും സൗജന്യമാണ്. തുടർച്ചയായ രണ്ടാമത്തെ വർഷവും മികച്ച സേവനമാണ് അബീർ മെഡിക്കൽ ഗ്രൂപ്പ് മിനായിൽ ചെയ്യുന്നത്. തീർത്ഥാടകരുടെ പരിചരണത്തിനായി സൗദി ആരോഗ്യ മന്ത്രാലയം, ഹജ്ജുംറ മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ചാണ് അർജന്റ് മെഡിക്കൽ കെയർ ക്ലിനിക് മിനായിൽ പ്രവർത്തിക്കുന്നത്. സേവന സന്നദ്ധരായ ഡോക്ടർമാരുടെയും നഴ്സിംഗ്, പാരാമെഡിക്കൽ, ഫാർമസി സ്റ്റാഫിന്റെയും സേവനവും ആംബുലൻസ് സേവനവും 24 മണിക്കൂറും ലഭ്യമാണെന്ന് ഓപ്പറേഷൻസ് മാനേജർ എഞ്ചിനീയർ അബ്ദുറഹ്മാൻ അൽ ബൈദാനി പറഞ്ഞു. We make all service for urgent case for free. Ordinarily, we'll accept all patients and make good service for him, inshallah. ഹീറ്റ് സ്ട്രോക്ക്, നിർജ്ജലീകരണം, ശ്വാസതടസ്സം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പനി, തളർച്ച, രക്തസമ്മർദ്ദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ പരിചരണം ലഭ്യമാണ്. സേവനങ്ങളിൽ ഏറെ തൃപ്തരാണെന്ന് ചികിത്സ തേടിയെത്തിയ തീർത്ഥാടകർ പ്രതികരിച്ചു. ഞാൻ മിനായിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ എനിക്ക് സുഖമില്ലാണ്ട് വന്നതാണ്. നല്ല ട്രീറ്റ്മെൻറ്റും അബീർ ക്ലിനിക്കിലാണ് എത്തിയിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഇടപെടലും മരുന്നും എല്ലാം കിട്ടി. വളരെ സൗഖ്യമായി. വിദഗ്ധ ചികിത്സ ആവശ്യമായി വരുന്ന തീർത്ഥാടകർക്ക് അബീറിന്റെ മക്കയിലെ ആശുപത്രിയായ സൗദി നാഷണൽ ഹോസ്പിറ്റലിൽ സൗകര്യമൊരുക്കും. ഹാജിമാർ മിന വിടുന്നതുവരെ ക്ലിനിക് പ്രവർത്തിക്കും. തുടർച്ചയായ രണ്ടാമത്തെ വർഷവും മിനായിൽ ഹജ്ജ് തീർത്ഥാടകർക്ക് സേവനം നൽകാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അബീർ മെഡിക്കൽ ഗ്രൂപ്പ് പ്രസിഡന്റ് ആലുങ്കൽ മുഹമ്മദ് പറഞ്ഞു. ഹജ്ജ് തീർത്ഥാടകർക്കായി സൗദി അറേബ്യ ഒരുക്കുന്ന മികച്ച ആരോഗ്യ സേവനങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മിനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. തെറ്റ് കണ്ടാൽ കൈകൊണ്ടോ നാവുകൊണ്ടോ മനസ്സുകൊണ്ടോ അതിനെ പ്രതിരോധിക്കാൻ കഴിയണമെന്ന പ്രവാചക പാഠം പ്രാവർത്തികമാക്കുന്നതിലൂടെ സമൂഹത്തിൽ നന്മയുടെ വെളിച്ചമെത്തിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പ്രമുഖ പണ്ഡിതൻ ഉമർ ഫൈസി ഖത്തറിലെ അൽ സദ് സ്റ്റേഡിയത്തിൽ നടന്ന ബലിപെരുന്നാൾ പ്രഭാഷണത്തിന്റെ പരിഭാഷ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ മാമ്പഴങ്ങളുടെയും മാമ്പഴ ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനമായ ഹംബ ഇന്ത്യൻ മാമ്പഴമേള ജൂൺ 12 മുതൽ 21 വരെ ദോഹയിലെ സൂഖ് വാഖിഫിൽ നടക്കും. ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് സൂഖ് വാഖിഫ് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് ഓഫീസിലെ സെലിബ്രേഷൻസ് കമ്മിറ്റിയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. സൂഖ് വാഖിഫിന്റെ കിഴക്കൻ സ്ക്വയറിൽ 10 ദിവസം നടക്കുന്ന പ്രദർശനം എല്ലാ ദിവസവും വൈകുന്നേരം 4 മുതൽ രാത്രി 9 വരെ പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കും. പൊതു അവധി ദിവസങ്ങളിൽ രാത്രി 10 വരെ പ്രദർശനം കാണാൻ സൗകര്യമുണ്ടാകും. കഴിഞ്ഞ വർഷം നടന്ന പ്രഥമ ഇന്ത്യൻ മാമ്പഴമേളയിൽ വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. പ്രത്യേകം എയർഷിപ്പ് ചെയ്ത ഏറ്റവും മികച്ച ഇന്ത്യൻ മാമ്പഴങ്ങളും മാമ്പഴ ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിലുണ്ടാകും. തദ്ദേശീയ ഇന്ത്യൻ കമ്പനികൾ പങ്കെടുക്കുന്ന പ്രദർശനത്തിൽ മധുര പലഹാരങ്ങൾ, അച്ചാറുകൾ, ജ്യൂസുകൾ, മാമ്പഴത്തിൽ നിന്നുണ്ടാക്കുന്ന മറ്റുൽപ്പന്നങ്ങൾ എന്നിവയ്ക്കൊപ്പം പുതിയ മാമ്പഴ ഇനങ്ങളും ലഭ്യമാകും. കുവൈറ്റിൽ സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട ഫീസ്, പിഴ മുതലായവ അടച്ചു തീർക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവരുടെ എല്ലാവിധ സർക്കാർ സേവനങ്ങളും നിർത്തിവെക്കും. മന്ത്രാലയത്തിന്റെ അറിയിപ്പ് ലഭിച്ച് 1 മാസത്തിനകം കുടിശ്ശിക അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും നിർത്തിവെക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് പുതിയ ഉത്തരവ്. കുടിശ്ശികകൾ പൂർണ്ണമായും അടച്ചു കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് സംവിധാനം വഴി വിലക്ക് സ്വമേധയാ പിൻവലിക്കപ്പെടുമെന്നും അധികൃതർ അറിയിച്ചു.
പ്രമുഖ ENT വിദഗ്ധനും ഖത്തറിലെ ആസ്റ്റർ ഹെൽത്ത് കെയർ മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ നാസർ മൂപ്പൻ അന്തരിച്ചു. ഇന്ന് രാവിലെ ദുബൈയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ കുറച്ചു നാളുകളായി അസുഖബാധിതനായിരുന്നു. 2002 മുതൽ ഡോക്ടർ നാസർ മൂപ്പൻ ഖത്തറിലായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയാക്കിയ ശേഷം ലാവുങ്കൽ JSS മെഡിക്കൽ കോളേജിൽ നിന്ന് DLO ENTയിൽ MS എന്നിവ നേടി. കണ്ണൂരിലെ മൂപ്പൻസ് ആശുപത്രിയിൽ ജോലി ചെയ്ത ശേഷമാണ് ഖത്തറിലെ ആസ്റ്റർ മെഡിക്കൽ സെന്ററിൽ ENT സ്പെഷ്യലിസ്റ്റായി ചേർന്നത്. കണ്ണൂർ മുണ്ടേപുരത്ത് കുടുംബാംഗമാണ്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പന്റെ സഹോദരിയുടെ മകനാണ്. വാഹിദയാണ് ഭാര്യ. ദുബൈയിലുള്ള നെദ, നിമ്മി, ഓസ്ട്രേലിയയിലുള്ള സൈൻ എന്നിവർ മക്കളാണ്. മൃതദേഹം ദുബായ് അൽഖൂസ് ഖബർസ്ഥാനിൽ ഖബറടക്കി. തമിഴ്നാട് നീലഗിരി ജില്ലയിലെ പന്തലൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. പന്തലൂർ ചന്തക്കുന്ന് സ്വദേശി ജോയിയാണ് മരിച്ചത്. രാത്രി 8 മണിയോടെയാണ് ആക്രമണം. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കടിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച 15-കാരൻ അനന്തുവിന് കണ്ണീരോടെ വിട നൽകി നാട്. നൂറുകണക്കിന് ആളുകളാണ് അനന്തുവിനെ അവസാനമായി കാണാനെത്തിയത്. വീടിന് സമീപത്തെ കുട്ടിക്കുന്ന് ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. കൂട്ടുകാർക്കൊപ്പം തോട്ടിൽ മീൻ പിടിക്കാൻ പോയതായിരുന്നു അവൻ. തിരിച്ചെത്തിയത് ചേതനയറ്റ്. സിമന്റ് തേക്കാത്ത ആ കൊച്ചു വീടിനു മുന്നിലേക്ക് മൃതദേഹം എത്തിച്ചത് കാട്ടിടവഴികളിലൂടെ ചുമന്ന് യാത്രാമൊഴി നൽകാൻ നൂറുകണക്കിന് ആളുകൾ. നാടാകെ സങ്കടക്കടലായി. വീടിന് സമീപത്തെ കുട്ടിക്കുന്ന് ശ്മശാനത്തിൽ സംസ്കാരം. നേരത്തെ അനന്തു പഠിച്ച സ്കൂളിലെ പൊതുദർശനത്തിലും അതിവൈകാരിക നിമിഷങ്ങൾ. ഒരു ദിവസം ക്ലാസ്സിൽ വരാതിരുന്നാൽ മിസ് ചെയ്യുമായിരുന്നു അവനെ. ക്ലാസ്സിലെ മിടുമിടുക്കൻ. അനന്തു ഇനി ഒരിക്കലും വരില്ലെന്ന് വിശ്വസിക്കാൻ കഴിയാതെ അധ്യാപകരും വിദ്യാർത്ഥികളും. പഠിക്കാനായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അവനെ എല്ലാവർക്കും ഏറ്റവും വേഗം ഇഷ്ടമാവും. ഇപ്പോൾ ഒരു ദിവസം ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും മിസ് ചെയ്യണ ഒരു കുട്ടി ഇനി വരികയില്ല എന്നറിയുമ്പോൾ. പഠിക്കുന്ന കുട്ടിയായിരുന്നു, പാട്ടും പാടും, നല്ലൊരു കുട്ടിയായിരുന്നു. എല്ലാവരോടും നല്ല കമ്പനി, നല്ല പാവമായിട്ട് നല്ലൊരാളായിരുന്നു. ഇനി ക്ലാസ്സിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അവന് ഇത് സാന്നിധ്യം ഉണ്ടാവില്ല എന്നറിയുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട്. നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളായ M സ്വരാജ്, ആര്യാടൻ ഷൗക്കത്ത്, മോഹൻ ജോർജ്, PV അൻവർ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും അനന്തുവിന്റെ വീട്ടിൽ ആശ്വാസവാക്കുകളുമായി എത്തി. 24 മലപ്പുറം. അനന്തു ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. ക്രൈംബ്രാഞ്ച് DYSP C അലവിക്കാണ് അന്വേഷണ ചുമതല. കാട്ടുപന്നിയെ പിടിക്കാൻ വൈദ്യുതി കെണിവെച്ചത് താനെന്ന് പ്രതി വിനീഷ് പോലീസിനോട് സമ്മതിച്ചു. മൃഗത്തെ വേട്ടയാടിയതുകൊണ്ട് വനംവകുപ്പും പ്രത്യേകം കേസെടുക്കും. അനന്തുവിന്റെ മരണത്തിന് കാരണമായ പന്നിക്കണി വെച്ച വിനീഷിനെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്കുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി എല്ലാം സമ്മതിച്ചു. പന്നിക്കണി വെച്ച ശേഷം വീടിന് സമീപം ഒളിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് ആംബുലൻസിന്റെയും ആളുകളുടെയും ബഹളം കേട്ടപ്പോൾ എന്തോ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കി ഫോൺ ഓഫാക്കി. എന്നാൽ പോലീസ് പിന്തുടർന്ന് പിടികൂടി. ഒരു പ്രതി മാത്രമാണ് കേസിൽ ഉള്ളതെന്നും വൈദ്യുതി ലൈനിൽ നിന്ന് കമ്പി വലിച്ച് കെണിവെച്ചത് വിനീഷ് എന്നും പോലീസ്. മുന്നത്തെ ഉള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മറ്റു കേസുകളൊന്നും ഇതുപോലെ ഉണ്ടായിട്ടില്ല. കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. സംഭവത്തിൽ വനംവകുപ്പും കേസെടുക്കും. മൃഗത്തെ വേട്ടയാടി എന്ന വകുപ്പ് ചേർത്താണ് കേസെടുക്കുക. വൈദ്യുതാഘാതമേറ്റാണ് അനന്തുവിന്റെ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ പൊള്ളലേറ്റ മുറിവുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ടീം 24 നിലമ്പൂർ. അനന്തു ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ചേരിതിരിഞ്ഞ് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ.
ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ ദാരുണ സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് CPIM-ഉം വനം മന്ത്രിയും ആവശ്യപ്പെട്ടു. പ്രസ്താവന പിൻവലിച്ച് മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. സർക്കാർ സ്പോൺസേഡ് മർഡർ എന്ന ആരോപണം പ്രതിപക്ഷം തിരുത്തിയാൽ തിരുത്തുന്നത് താനും ആലോചിക്കാമെന്നാണ് വനം മന്ത്രിയുടെ മറുപടി. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് 15 വയസ്സുകാരൻ മരിച്ച സംഭവത്തിന് പിന്നാലെ UDF പ്രവർത്തകർ നിലമ്പൂരിൽ റോഡ് ഉപരോധിച്ചിരുന്നു. വിഷയം ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഉപയോഗിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ വനം മന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണവുമായി രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു ഗൂഢാലോചന ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്ന സംശയം ജനങ്ങളിലാകെ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രതിയുടെ ഫോൺ കോൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉൾപ്പെടെ എന്താണ് എന്നുള്ളത് വ്യക്തത വരും. സ്വന്തം വീഴ്ച മറയ്ക്കാനാണ് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന വാദമെന്നും വനം മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷം. ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല, ഇറങ്ങി പുറത്തു പോകണം. അതിനെ ഞങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു. നിലമ്പൂരിൽ വനം മന്ത്രി AK ശശീന്ദ്രനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. വഴിക്കടവിൽ മുഖ്യമന്ത്രിക്കെതിരെ BJP പ്രവർത്തകരുടെ പ്രതിഷേധം. വിദ്യാർത്ഥിയുടെ മരണത്തിൽ UDF ഭരിക്കുന്ന പഞ്ചായത്തിന് വീഴ്ച സംഭവിച്ചെന്നാണ് CPIM ആരോപണം. നാളെ പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF മാർച്ച് നടത്തും. വനമേഖലയായ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ വന്യജീവി ശല്യം നേരത്തെ മുതൽ ചർച്ചയാണ്. പുതിയ സംഭവങ്ങളോടെ ചർച്ചകൾ കൂടുതൽ സജീവമായി. 24 നിലമ്പൂർ. ബഹ്റൈനിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള ഗൾഫ് എയർ വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് അടിയന്തരമായി നിലത്തിറക്കി. GF213 വിമാനമാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയത്. ആഭ്യന്തര മന്ത്രാലയവും മറ്റ് സുരക്ഷാ ഏജൻസികളും ചേർന്ന് വിമാനത്തിൽ പ്രോട്ടോക്കോളുകൾ കൃത്യമായി പാലിച്ചു. വിമാനത്തിലെ എല്ലാ യാത്രക്കാരെയും സുരക്ഷിതമായി പുറത്തിറക്കി. ഭീഷണി വ്യാജമെന്നും സാങ്കേതിക വിദഗ്ധർ വിമാനത്തിൽ വിശദ പരിശോധന നടത്തിയെന്നും അധികൃതർ വ്യക്തമാക്കി. ഭാരതാംബ വിഷയം ചർച്ചയാക്കേണ്ട ആവശ്യമില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്വന്തം അമ്മയെ ആരെങ്കിലും ചർച്ചയാക്കുമോ എന്നും ഗവർണറുടെ ചോദ്യം. ഭാരത് മാത എന്ന് പറയാത്തവർ പോലും ഭാരത് മാത കീ ജയ് വിളിക്കുന്നുവെന്നും ഗവർണർ പറഞ്ഞു. My only thing is that Bharat Mata cannot be a issue for debate. It cannot be issue for a discussion also. How it can be? Can my mother be a topic for discussion? How it can be? My mother is mother. It is above everything. My Bharat Mata is above everything, beyond everything. You may be having your different thoughts, different ideology, but we are brothers. We are sisters. That particular issue has to be there in our mind. രാജ്ഭവനെ RSS വൽക്കരിക്കുന്നതിനെതിരെ പ്രതിഷേധമറിയിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വെല്ലുവിളി. അതേസമയം കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിഷയത്തിൽ തങ്ങളുടെ നിലപാടിനെ CPIM തള്ളിപ്പറയുമെന്ന് കരുതുന്നില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. CPIM ഭാരത് മാതാ കീ ജയ് വിളിക്കാൻ പോകുന്നില്ലെന്നാണ് മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. CPIയെ തള്ളി CPM രംഗത്ത് വരില്ല. അതേപ്പറ്റി ഈ ഘട്ടത്തിൽ CPMനോട് ഒരു ചർച്ചയ്ക്ക് ഇപ്പം CPI ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. അതേപ്പറ്റിയുള്ള ചർച്ചകളുടെ സമയം ഇതാണെന്ന് CPI കാണുന്നുമില്ല. അതുകൊണ്ട് ഗോവിന്ദൻ മാഷ് അങ്ങനെ പറഞ്ഞു കാണുമെന്ന് വിശ്വസിക്കാനേ ആകുന്നില്ല ഞങ്ങൾക്ക്. അത് ഓരോ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത്, അവർ വിളിക്കേണ്ട മുദ്രാവാക്യം സംബന്ധിച്ചിടത്തോളം. CPMന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ CPIയോട് ഇന്ന മുദ്രാവാക്യം വിളിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം. എന്തായാലും CPM വിളിക്കുന്നില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെയും BJPയെയും ഭയപ്പെട്ടുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത്. പേടിച്ച് പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിൽക്കുകയാണ് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ നേരെ. അപ്പോൾ കേരളത്തിലെ രാജ്ഭവനെ ഒരു കാരണവശാലും രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും ആയി ഉപയോഗിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനെതിരായിട്ടുള്ള അതിശക്തിയായ പ്രതിഷേധം കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണെന്ന് മുഖ്യമന്ത്രി ഇനിയെങ്കിലും പറയണ്ടേ? പക്ഷെ മുഖ്യമന്ത്രി പറയുന്നില്ല. CPIയെ തള്ളി. ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി ഇന്ത്യയിൽ നിന്നുള്ള പല തീർത്ഥാടകരും മിനായിൽ നിന്ന് മടങ്ങി. കർമ്മങ്ങൾ പൂർത്തിയാക്കിയ മലയാളി തീർത്ഥാടകർക്കൊപ്പം ജലീൽ കണ്ണമംഗലം ചേരുന്നു. ഹജ്ജ് കർമ്മങ്ങൾ അവസാന ഘട്ടത്തിലാണ്. തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ഇന്ന് തന്നെ മിനായിൽ നിന്ന് മടങ്ങി. ഇന്ന് മടങ്ങിയ തീർത്ഥാടകർ മക്കയിൽ തവാഫ് ചെയ്യുന്ന തിരക്കിലാണ്. പല തീർത്ഥാടകരും മക്കയിൽ നിന്ന് മടങ്ങുമ്പോൾ നിർവഹിക്കുന്ന വിടവാങ്ങൽ തവാഫിൻ്റെ തിരക്കിലാണ്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരിൽ നല്ലൊരു ഭാഗം ഇപ്പോൾ ഉള്ളത് അവർ താമസിക്കുന്ന കെട്ടിടങ്ങളിലാണ്. മക്കയിലെ അസിജയിലുള്ള താമസ സ്ഥലങ്ങളിലാണ്. ഇന്ന് കർമ്മങ്ങൾ അവസാനിപ്പിക്കാത്ത തീർത്ഥാടകർ നാളത്തെ കർമ്മത്തിന് ശേഷം മാത്രമേ, മീനായിലെ ജംറയിലെ കല്ലേർ കർമ്മത്തിന് ശേഷം മാത്രമേ കർമ്മങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ. ഇന്ന് മടങ്ങിയ ഏതാനും ചില തീർത്ഥാടകർ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താ പേര്? ഫക്രുദ്ദീൻ ഹാജി. എവിടെ നാട്ടിലെ? കർണാടക പുത്തൂർ.
എങ്ങനെ ഹജ്ജൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം കഴിഞ്ഞു വന്നില്ലേ? നല്ല സുഖമാണ്, നല്ല റാഹത്താണ്. എല്ലാം അറഫാവും നല്ല സുഖമാണ്. മുസ്ദലിഫ കുറച്ച് ബുദ്ധിമുട്ട്, എന്നാൽ നല്ല റാഹത്താണ്. ട്രെയിനിനെ തൊട്ട് കുറച്ച് ബുദ്ധിമുട്ട്, വേറെ എല്ലാ വിഷയത്തിലും റാഹത്ത്. ഇത് മിനായിലും വേണ്ട ഭക്ഷണവും ഇതുമെല്ലാം റാഹത്തിലുണ്ടായിരുന്നു. എല്ലാം റാഹത്ത്, എല്ലാ വർഷത്തിനായിട്ടും നല്ല റാഹത്താണ്. ഏത് പ്രോബ്ലം ഇല്ല, എല്ലാം വേണ്ട സൗകര്യമാക്കണേ. പിന്നെ മക്കത്തിൽ പോയിട്ട് മക്കത്തിൽ നിന്ന് മടങ്ങാനുള്ള ബസ്സും മിനായിലേക്ക് വരാനുള്ള ബസ്സിൻ്റെ അവസ്ഥയും ഉണ്ടായിരുന്നു. മിനായിലേക്ക് ബസ്സുണ്ട്. അപ്പോൾ ഇന്ന് ഇത് കല്ലേറ് കഴിഞ്ഞിട്ട് വരുമ്പോൾ മിനായിൽ നിന്ന് ഓപ്പാസ് അസീസിലേക്ക് വരാനും ബസ് ഉണ്ടായിരുന്നു. അതൊരു വലിയ സൗകര്യമാണ്. എല്ലാ റാഹത്ത് ഇത്ര വർഷം ഇല്ലാത്തതാണ് ഈ വർഷത്തെ സൗകര്യം. നല്ല സൗകര്യമാണ് എല്ലാ റാഹത്ത്, ഒന്നും പ്രോബ്ലമില്ല. അതെ, തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. തീർത്ഥാടകർക്ക് ഇനി മടക്കയാത്രയുടെ നാളുകളാണ്. ഹജ്ജിന് മുമ്പ് മദീന സന്ദർശിക്കാത്ത ഇന്ത്യൻ തീർത്ഥാടകർ ഇനി 8 ദിവസത്തെ സന്ദർശനത്തിനായി മദീനയിലേക്ക് പോകും. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിലായി 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. ചൂട്ടാട് ബീച്ചിനോട് ചേർന്ന അഴിമുഖത്ത് തിരയിൽപ്പെട്ടാണ് ഒരാൾ മരിച്ചത്. പുതിയങ്ങാടി സ്വദേശി ഫൈറൂസിനാണ് ജീവൻ നഷ്ടമായത്. ഒഴുക്കിൽപ്പെട്ട 3 പേരെ രക്ഷപ്പെടുത്തി. പയ്യാവൂരിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ 9ാം ക്ലാസ് വിദ്യാർത്ഥി അലീനയാണ് മരിച്ചത്. തളിപ്പറമ്പ് കൂവേരി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് നെല്ലിപ്പറമ്പ് സ്വദേശി ഷാഹിദാണ്. സുഹൃത്തുക്കൾക്കൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. കോതമംഗലം മാമലക്കണ്ടത്ത് വാക്കുതർക്കത്തെ തുടർന്ന് കുടുംബത്തെ ജീപ്പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. മാമലക്കണ്ടം കൊഴിഞ്ഞിപ്പാറ സ്വദേശികളായ വിനോദിനും കുടുംബത്തിനും നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ മാമലക്കണ്ടം സ്വദേശി കുഞ്ഞൻ എന്ന രതീഷിനെതിരെ പോലീസ് കേസെടുത്തു. വാക്കുതർക്കത്തെ തുടർന്ന് നടന്ന കൊലപാതക ശ്രമത്തിന്റെ ദൃശ്യങ്ങളാണിത്. കോതമംഗലം മാമലക്കണ്ടത്ത് ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. കൊഴിഞ്ഞിപ്പാറ സ്വദേശി വിനോദും മാമലക്കണ്ടം സ്വദേശി രതീഷും തമ്മിലുണ്ടായ വാക്കുതർക്കം കയ്യാങ്കളിയിലെത്തി. തർക്കം രൂക്ഷമായതോടെ രതീഷ് തന്റെ സ്വന്തം ജീപ്പെടുത്ത് കടയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ഒന്നിലേറെ തവണ കടയിലുള്ളവരെ വാഹനമിടിക്കാൻ രതീഷ് ശ്രമിച്ചുവെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. നാട്ടുകാർ ഒത്തുകൂടി തടയാൻ തുടങ്ങിയതോടെയാണ് രതീഷ് അക്രമം അവസാനിപ്പിച്ച് വാഹനവുമായി കടന്നു കളഞ്ഞത്. സംഭവത്തിൽ പരിക്കേറ്റ വിനോദിനെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമം നടത്തിയ ശേഷം രതീഷ് ഒളിവിലാണ്. മദ്യപിച്ച് മേഖലയിൽ പതിവായി പ്രശ്നങ്ങളുണ്ടാക്കുന്നയാളാണ് രതീഷ് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. സംഭവത്തിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരവും വധശ്രമത്തിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. 24 തൊടുപുഴ. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരായ ആരോപണം കൂടുതൽ കടുപ്പിച്ച് പരാതിക്കാർ. എന്നാൽ പരാതിക്കാരുടെ തട്ടിപ്പിന് പിന്നിൽ വലിയ സംഘമുണ്ടോ എന്ന് സംശയമുണ്ടെന്നാണ് കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും പ്രതികരണം. സമഗ്രമായ അന്വേഷണത്തിന് ശേഷം കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസ് നീക്കം. പരാതി നൽകിയ ഇരുവിഭാഗത്തിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ, CCTV ദൃശ്യങ്ങൾ തുടങ്ങിയവ പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് നീക്കം. മ്യൂസിയം SHOയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. സാമ്പത്തിക തിരിമറി നടന്നെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ 3 വനിതാ ജീവനക്കാരുടെയും ആരോപണങ്ങൾ കൃഷ്ണകുമാറും കുടുംബവും ഇന്നും നിഷേധിച്ചു. ജാതീയമായി അപമാനിച്ചെന്ന ആരോപണം മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടെന്ന് പ്രതികരണം. പോലീസ് പക്ഷപാതപരമായി പെരുമാറിയെന്നും G. കൃഷ്ണകുമാർ. ഈ കുട്ടികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് മാത്രം പരിശോധിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. കാരണം പണം എടുത്തിട്ടുണ്ട്, അവർ തന്നെ പറയുന്നു പണം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നു ഈ പണം ക്യാഷായിട്ട് ടാക്സ് പ്രശ്നമുള്ളതുകൊണ്ട് തീക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ചോദ്യം, ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ പൈസ വിഡ്രോ ചെയ്തില്ലെന്നറിയാം. ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. കാരണം വാദി ഞങ്ങൾ കേസ് കൊടുക്കുന്നു, അവർ കൗണ്ടർ കേസ് കൊടുക്കുന്നു. കൗണ്ടർ കേസിൽ കൃത്യമായി അന്വേഷിച്ചാണ് ഇങ്ങനൊരു നടപടി എടുക്കുന്നത്. നോൺ ബെയിലബിളായിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്യാനും ഭീഷണിപ്പെടുത്താനും നടക്കുന്നത്. ഈ ജാതി മതം നോക്കിയല്ല ഈ ജോലിക്ക് ആൾക്കാരെ എടുക്കുന്നത്. ആരെങ്കിലും വരുന്നു, അവർ നല്ലവരാണെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കും. നമ്മുടെ സ്റ്റാഫായിട്ട് എടുക്കുന്നവർ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ അല്ലെങ്കിൽ വേറെ ഏത് ജാതിയാണോ ഇതൊന്നും നോക്കി ഇന്നവരെടുത്തിട്ടില്ല. തീർത്തും ജീവിതത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ജാതി മതമൊക്കെ. ഞാനൊക്കെ എനിക്കെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. അതേസമയം G. കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ജീവനക്കാർ ഉന്നയിക്കുന്നത്. വസ്ത്രം പിടിച്ചുവലിക്കുകയും പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായുമാണ് ആരോപണം. ജീവനക്കാർ നൽകിയ പരാതിയിലെ FIRലും സമാന വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃഷ്ണകുമാർ, മകൾ ദിയ കൃഷ്ണ, ഭാര്യ സിന്ധു കൃഷ്ണകുമാർ തുടങ്ങിയ 6 പ്രതികളാണ് കേസിലുള്ളത്. കേസിൽ തിടുക്കത്തിൽ നടപടി വേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. ഉണ്ണിമുകുന്ദനെതിരായ പരാതിയിൽ മുൻ മാനേജർ വിപിൻ കുമാറിനെ തല്ലി ഫെഫ്കയും അമ്മയും. ചർച്ചയിൽ ഉണ്ണിമുകുന്ദൻ
മാപ്പ് പറഞ്ഞിട്ടില്ലെന്നും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പറഞ്ഞതെന്നും അമ്മ കുറ്റപ്പെടുത്തി. അച്ചടക്ക ലംഘനം നടത്തിയ വിപിൻ കുമാറിന് ഇനിയൊരു പിന്തുണയും ഉണ്ടാകില്ലെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനും വ്യക്തമാക്കി. ചർച്ചയിൽ ഉണ്ണി മുകുന്ദൻ തന്നോട് മാപ്പ് പറഞ്ഞുവെന്നായിരുന്നു വിപിൻ കുമാറിന്റെ പ്രതികരണം. ഫെഫ്കയുടെയും അമ്മയുടെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ഉണ്ണിമുകുന്ദൻ നിരുപാധികം മാപ്പു പറഞ്ഞുവെന്നായിരുന്നു വിപിൻ കുമാർ 24നോട് പറഞ്ഞത്. വാർത്താസമ്മേളനത്തിൽ അടിസ്ഥാനരഹിത ആരോപണങ്ങളാണ് ഉണ്ണിമുകുന്ദൻ ഉന്നയിച്ചതെന്ന് സംഘടനകൾക്ക് ബോധ്യപ്പെട്ടുവെന്നും വിപിൻ. ബി ഉണ്ണികൃഷ്ണൻ സാറ് 1 by 1 നിങ്ങളോട് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്കിതിനെല്ലാം മാപ്പം കിട്ടിയതാണ്. ഉണ്ണിയുടെ കയ്യിൽ നിന്ന് എനിക്ക് മാപ്പം കിട്ടിയതാണ്. എനിക്കെതിരെ പ്രസ് മീറ്റിലും ഫേസ്ബുക്ക് പോസ്റ്റിലുമായിട്ട് നടത്തിയ കുപ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങളും വാസ്തവ വിരുദ്ധമെന്ന് ഫെഫ്കയ്ക്കും അമ്മയ്ക്കും ബോധ്യപ്പെട്ടു. പ്രതികരണത്തിന് പിന്നാലെ അമ്മയും ഫെഫ്കയും വിപിനെ തള്ളി രംഗത്തെത്തി. ഉണ്ണിമുകുന്ദൻ മാപ്പോ ക്ഷമാപണമോ ചർച്ചയിൽ നടത്തിയിട്ടില്ലെന്ന് അമ്മ അഡ്ഹോക് കമ്മിറ്റി ഭാരവാഹി ജയൻ ചേർത്തല. ഉണ്ണിക്ക് വേണം ചാനലിൽ കയറി സംസാരിക്കാം, പക്ഷെ ഉണ്ണി മാന്യത കൊണ്ട് ഉണ്ണി ഒന്നും സംസാരിച്ചില്ല. ഈ ബിബിൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞ് പോയിട്ട് രാത്രി നിങ്ങളോട് ഇങ്ങനെ മാപ്പ് എന്നൊക്കെ പറഞ്ഞ് അവിടെ സത്യവിരുദ്ധമായ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെ അത് ഒരു ഞങ്ങളെ മണ്ടന്മാരാക്കിയ ഒരു ചർച്ചയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. ചർച്ച കഴിഞ്ഞിട്ട് സത്യവിരുദ്ധമായ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് മാന്യതയല്ലല്ലോ. മനസ്സിലായില്ലേ? യോഗത്തിലുണ്ടായ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തരുതെന്നുള്ള മുന്നറിയിപ്പ് വിപിൻ ലംഘിച്ചു. യാതൊരു പിന്തുണയും ഇനി ഉണ്ടാകില്ലെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. വിപിൻ കുമാറിന്റെ പരാതിയിലുള്ള പോലീസ് അന്വേഷണം തുടരുകയാണ്. 24 കൊച്ചി.